ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായി വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സേഫാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറേ കാലമായി നമ്മളൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വ്ളോഗ് എടുക്കാതും വെറും വ്ളോഗല്ല, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു വ്ളോഗ്. അതായത് അധികം ഒച്ചപ്പാടും ബഹളവും ഡാൻസും അങ്ങനത്തെ ഒന്നുമല്ല. അതേ കുട്ടികൾ സൺഡേ അല്ല, അപ്പോൾ അപ്പുറത്തുനിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചപ്പാടായി കേൾക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീക്ക്ലി സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നൊരു ഡേ. ഓക്കെ, അപ്പം നമ്മളിത് ഒരു കാര്യം പറയാം. നമ്മൾ വീക്ക്ലി നമ്മൾ രണ്ടാളും വീക്കിലി മാത്രമേ ചെയ്യലുള്ളൂ. അതും ഇടയ്ക്ക് സൺഡേ മാത്രം. കാരണം സൺഡേ മാത്രം നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അനുവദിച്ച് എല്ലാ ചെയ്യും, എല്ലാ വീക്കിലും ചെയ്യും. അത് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ച് പൈസ വരെ തന്നി നമ്മളടക്കാം. അതെ, അങ്ങനെയല്ല. ഇവർക്ക് എന്ന് വെച്ചാൽ സൺഡേ മാത്രമേ ലീവുള്ളൂ. അപ്പോൾ ഒരു സൺഡേ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാ ടൈമുണ്ട്. അപ്പോൾ അന്നേരം എപ്പോഴും ഇവർക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് സാറ്റർഡേ സൺഡേ ലീവ് ആയതുകൊണ്ട് ഞാൻ ആ സാറ്റർഡേ എല്ലാ വീക്കും ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ നമ്മളെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കുറേ ആൾക്കാർ നമ്മളോട് വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സിസ്റ്റേഴ്സാണോ ഫ്രണ്ട്സാണോ എന്ന്. ഒന്നും കൂടി പറയാം, ഞാനും ഇവളും ഫ്രണ്ട്സാണ് ഡിഗ്രിക്ക്. അതുപോലെ തന്നെ ഇവർ രണ്ടാളും ഏച്ചി അനിയത്തിയാണ്. ഇത് ഏച്ചി, ഇത് അനിയത്തി. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 പേരും അക്കൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലോ. കളിക്കാൻ പോന്നോ? മുട്ടിരിക്കുന്ന പിള്ളേരപ്പുറം കളിക്കാൻ. വീഡിയോ എടുക്കുന്നതിന് മുന്നേ പറയാം, ഞാനെന്നാ പിള്ളേരപ്പുറം കളിക്കുന്ന, നിങ്ങൾ വീഡിയോ എടുത്തോ. ഓക്കെ, എന്നാ ബാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയറിന് സ്റ്റാർട്ട് ചെയ്യാം. അത് ചിക്കെല്ലാം പോക്കി ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. ചിക്ക് പോക്കുമെന്ന് പറഞ്ഞാൽ ജട കളയുക. നമ്മളിവിടെ ചിക്ക് പോക്കാം കേട്ടോ. ഈ ജട കളയുന്നതിന് ജട കളയുന്നു. അടുത്തത് ഹോട്ട് ഓയിൽ മസാജാണ്. നമ്മൾ കാസ്റ്റർ ഓയിലും നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണ, അതായത് കാച്ചിയ വെളിച്ചെണ്ണ തേക്കൽ, അതും കൂടെ ജസ്റ്റ് ചൂടാക്കിയിട്ട് തേച്ച് കൊടുക്കാൻ. നോർമൽ ഒറ്റക്ക ചെയ്യൽ, ഇന്നിങ്ങനെ തേച്ച് കൊടുത്ത് മസാജൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സ് മൊത്തം പിള്ളേരപ്പുറം കളിക്കാനാണ്. ഓടിപ്പോയി കളിച്ചിട്ട് വരാം. പിള്ളേർ കളിക്കുക. എൻ്റെ അഞ്ജുവിൻ്റെ ഹെയർ ഓയിലെല്ലാം ഇട്ട് പിന്നെ അടുത്തത് അമ്മച്ചിതാണ് ചെയ്യാൻ പോകുന്നത്. നല്ല സുഖം പിടിച്ചിട്ടാണ്. നല്ല സുഖം. നിങ്ങളെ വീട്ടിലും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ല രസമായിരിക്കും അല്ലേ? ഒരാളായിട്ട് ചെയ്യാതെ, അതായത് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ വേറെ തന്നെ ഫീൽ ആയിരിക്കും. അതും സൺഡേ. എക്സ്പ്രഷൻ ഓഫ് ഗൈസ്. ഏത് ബ്യൂട്ടി പാർലറാണ് അഞ്ജു? ഗൈസ്, നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് കുഞ്ഞിയാ? കുഞ്ഞി ചൊറിയുടെ തിരക്കിലാണ്. കുഞ്ഞിനെ അടിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉപദ്രവിക്കുന്നു ആൻറ്റി. ഇത് കേസാവും കേട്ടാ. ഗൈസ്, അങ്ങനെ ഹോട്ട് ഓയിൽ മസാജെല്ലാം കഴിഞ്ഞ് നല്ല സുഖമുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു താളി തേക്കാം. ഇതിപ്പോൾ കറ്റാർവാഴ, കഞ്ഞെണ്ണ അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി താളിട്ട് നല്ല തണുപ്പാണ് തല തേച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെസിപ്പിയും വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 5 തേച്ച് തരും.
ഇനി അടുത്തത് ഫേസ് പാക്ക്. കടലമാവും തൈരും തേനും റോസ് വാട്ടറും 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലിട്ടിട്ട് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക്. പാക്കൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ നമുക്ക് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് നെയിലൊക്കെ കട്ട് ചെയ്ത് ഷേപ്പാക്കി സെറ്റ് ചെയ്യാം. പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാൻ വന്നത് അല്ലേ? മാനിക്യൂറൊന്നുമില്ല, മാനിക്യൂർ അങ്ങനെയല്ല. കുളിച്ച് സുന്ദരിയായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോകാനുള്ളത് കൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഒരു കുളിച്ചപ്പോഴൊരു സമാധാനം. അപ്പം ഇങ്ങനെ കഴിക്കും കുളിക്കലില്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് കുളിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം. ഡെയിലി ഇങ്ങനെ വീക്കിലി ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ തന്നെ ഫീലാണ്. ഡെയിലി ചെയ്യുമ്പോൾ കിട്ടൂല അല്ലേ? കിട്ടില്ല. വീക്കിലി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളൊരു പ്രിപ്പറേഷൻ പോലെയാണ്. നമ്മളെ മൊത്തത്തിൽ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നമ്മളെ കണ്ട് ഇൻസ്പയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.